റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലിന് അംഗീകാരം. 100% വരെ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലാണ് US സെനറ്റ് പാസാക്കിയത്. ഇറാനെതിരായ ഉപരോധം 2031 വരെ തുടരാനും പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. 11-എതിരെ 86 വോട്ടുകൾക്കാണ് ഈ ബില്ല് പാസ്സായിരിക്കുന്നത്. ആദ്യം അതിന്റെ പ്രതികരണം കേൾക്കാം. On this vote, the yeas are 86, the nays are 11. The 60-vote threshold having been achieved, the bill is passed. ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദാംശങ്ങൾ? തീർച്ചയായും പ്രജിത്ത്, ഏറ്റവും നിർണായകമായ ഒരു ബില്ലാണ് ഇപ്പോൾ സെനറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. സെനറ്റ് 11-നെതിരെ 86 വോട്ടുകൾക്കാണ് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. 60 വോട്ടുകൾ നേടിയാൽ ബിൽ പാസ്സാകുകയും അത് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒക്കെ ആണെങ്കിൽ 60 വോട്ടുകൾ വേണ്ടതുണ്ട്. അത് കൃത്യമായി കടക്കുകയും ചെയ്തു എന്ന് ഇപ്പോൾ നമ്മളത് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെനറ്റിൻ്റെ അധ്യക്ഷ പറഞ്ഞത് തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഭാരതവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം. അതായത് 100% റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം ട്രംപിന് നൽകുന്നതാണ് ഈ നിയമം. സ്വാഭാവികമായും ചൈന, ഭാരതം, അതുപോലെ തന്നെ മറ്റു 3 രാജ്യങ്ങൾ കൂടി വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന്. ഭാരതത്തിൻ്റെ എണ്ണ ഇറക്കുമതി എന്ന് പറയുന്നത് മൊത്തം ഇറക്കുമതിയുടെ ഏതാണ്ട് 36%-37% ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി നിർത്തിവെക്കണമെന്നൊരു നിലപാട് ഭാരതത്തോട് നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ ഊർജ്ജാവശ്യങ്ങൾക്കനുസരിച്ച് ആ പ്രൊപ്പോഷനായി അത് ഇറക്കുമതി ചെയ്യുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഭാരതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അധിക താരിഫ് ചുമത്താനുള്ളൊരു നീക്കം നടത്തുന്നത് ഭാരതത്തെയും അതുപോലെ തന്നെ സ്വാഭാവികമായും ചൈനയെയും നേരിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 100% വരെ അധിക താരിഫ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും ചുമത്താനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ബില്ലായി അവതരിപ്പിക്കപ്പെടുകയും പാസ്സാകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ഇറാനെതിരായ ഉപരോധം 2031 വരെ ദീർഘിപ്പിക്കുന്നതിനുള്ള ഒരു നിയമവും പാസ്സായിട്ടുണ്ട്. അത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനിൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലേക്ക് നിക്ഷേപം നടത്തുന്ന സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപകർക്ക് കൃത്യമായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടി കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്നതെന്നാണ്. അതായത് ഇറാനെതിരെ ഉപരോധം 31 വരെ ശക്തമായി തുടരുകയും ഇത്തരത്തിൽ റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തടയുകയും ചെയ്യുക എന്നത് യുദ്ധം ഇല്ലാതാക്കാനുള്ളൊരു നീക്കമാണ്. യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നതിന് റഷ്യ ധനം സമ്പാദിക്കുന്നത് പെട്രോളിയം കയറ്റുമതിയിലൂടെയാണ്. അത് തടയുക എന്ന എന്നാണ് ട്രംപ് വ്യാഖ്യാനിക്കുന്നത്. എങ്കിലും അത് മറ്റു ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതികൂല ഘടകമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും അത് പ്രതികൂല ഘടകമായി വരാനുള്ള സാധ്യതയുണ്ട്. പ്രജിത്ത്.